പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഈ ബാഗൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെവിടെ യാത്ര പോവാണ്. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്നത് അയോധ്യയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അയോധ്യയിലേക്കാണ്, ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതേ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:36 ഒറ്റപ്പാലത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പട്ടാമ്പിയിലാണല്ലോ, പട്ടാമ്പി ഞങ്ങൾ ആദ്യം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് അയോധ്യയിലേക്ക് പോകുന്നത്. 3 ദിവസത്തെ യാത്രയാണ്, ട്രെയിനിലാണ് പോകുന്നത്. മീൻസ് അമ്മയും അച്ഛനും അയോധ്യയിലേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണം, അതുകൊണ്ട് അവർ അയോധ്യയിലേക്ക് വരുന്നില്ല. ഇന്ന് അവർ രാവിലെ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ച് ഇമോഷണലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പിങ്സ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇവിടുന്ന് കാറിൽ ഒറ്റപ്പാലത്ത് ചെല്ലും, അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ലഗേജൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അയോധ്യ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാറിൽ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ്, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് നമ്മൾ ലേസും വെള്ളവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1675. നമ്മൾ 12 മണിയായപ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. 1 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാവരും ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ദേ നമ്മുടെ ട്രെയിൻ കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിച്ചേരും. ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ദേ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ ദേ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിനുള്ളിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ദേ വലിയച്ഛൻ ഞങ്ങൾ കൊണ്ടുവിട്ടു. ഇനി തിരിച്ച് വീട്ടിലേക്ക് വലിയച്ഛൻ പോവുകയാണ്. നമ്മളങ്ങനെ ട്രെയിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ AC കോച്ചാണ്. അപ്പോൾ ദേ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ദേ ഫ്രണ്ട്സ്, ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, 1 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനുള്ളിൽ നിന്നും മുട്ട ബിരിയാണി കഴിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ അയോധ്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്, മലകളും വയലുകളും പുഴകളും ഒക്കെ ചേർന്നിട്ട് നല്ല മനോഹരമായ സ്ഥലം. കൂടുതലും ഇവിടെ മലകളാണ് ഞാൻ കണ്ടത്. സമയം 4:50 5 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കുകയാണ്. ദേ ചായയൊക്കെ വാങ്ങിച്ചു. കൂടെ ഞങ്ങൾ സിനിമയും കാണുന്നുണ്ട്. നദിയുടെ പേര് കാവേരി എന്നാണ്. അപ്പോൾ ദേ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, ട്രെയിനിൽ കാലൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്.
പിന്നെ ഫ്രണ്ട്സ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തു. അപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളതേ സിനിമയൊക്കെ കണ്ടു. പിന്നെ ദേ മഴ പെയ്തു. എത്ര സ്റ്റേഷനുകൾ കഴിഞ്ഞു, റെയിൽവേ സ്റ്റേഷനുകൾ കഴിഞ്ഞു. നമ്മുടെ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 ദിവസം ഇനി ഈ ട്രെയിനിനുള്ളിലാണ്. അപ്പം ദേ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ദേ ഫോണിൽ ഓരോണ്ട് കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചപ്പാത്തി ഉള്ളിക്കറി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ദേ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കി. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ദേ ലൈറ്റൊക്കെ ഓഫാക്കി. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. അപ്പോൾ ഡേ 2 വിശേഷങ്ങൾ കാണാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.